ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് ഇസ്രയുടെ ബ്രൈഡ് ടു ബി ആണ്, അതായത് ബ്രൈഡൽ ഷവർ. അപ്പം ഞങ്ങൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് ഒരു മെട്രോ സ്റ്റേഷൻ്റെ അപ്പുറത്ത് ഒരു അൽ തവാർ എന്ന് പറഞ്ഞ പാർക്കുണ്ട്. അപ്പം അങ്ങോട്ടേക്കുള്ള പോക്കാണ്. നമുക്ക് അവിടെ പോയി ബലൂണൊക്കെ വീർപ്പിക്കാന്ന് പറയുന്നത് ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ റൂമിൽ നിന്നേ എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാന്ന് പ്ലാൻ ചെയ്ത്. കാരണം ഈവനിങ് ആണ് ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് വെച്ചിരിക്കുന്നത് അവൾക്ക്. ബട്ട് രാവിലെ പോയി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുക, കാരണം അവൾക്ക് ഡൗട്ട് ഒന്നും തോന്നാൻ പാടില്ല എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഗൂഢാലോചനയിൽ വന്ന കുബുദ്ധി. പക്ഷെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അവിടെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് കാറ്റിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചതേ ഇല്ല. പക്ഷെ ഇത് അടങ്ങി നിൽക്കുന്നുമില്ല. ഞങ്ങൾ അവസാനം കെട്ടി ഒരു സൈഡിലൊക്കെ മൂലക്കൊക്കെ ആക്കി വെച്ച്, എന്നിട്ട് ഈവനിങ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാന്ന്. ബലൂണ് ഞങ്ങള് സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഇപ്പൊ വീർപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം പൊട്ടിപ്പോവും, ഇവിടെ വെച്ചോ, ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ സെറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പൊ ഇതാണ് ഈവനിങ് ലുക്ക്. ഈവനിങ് വന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫും ഒക്കെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ പോലെ ആ റിബൺ ഒക്കെ കെട്ടിയത് കണ്ടോ, അങ്ങനെയൊക്കെ ചെയ്തു തന്നു. അവരുടെ സൈഡിൽ നല്ല ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക, അവൾക്ക് വേണ്ടി വെയിറ്റിംഗ്. അപ്പൊ അവള് വന്ന് നമ്മളിങ്ങനെ വേറൊരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ അവൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇത് ഞങ്ങളുടെ സെക്കൻഡ് പ്ലാൻ ആയിരുന്നു. അതായത് അവൾ ഇവിടെ ഉണ്ട് UAE-ൽ, അവളുടെ ചെക്കനും ഇവിടെ ഉണ്ട്, എന്തുകൊണ്ട് നമുക്ക് രണ്ടാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൂടാ പ്ലാനിൽ? അങ്ങനൊരു സംഭവം വന്നപ്പോഴാണ് നമ്മളിതും കൂടി ആഡ് ചെയ്തത്. അപ്പോൾ ഇരട്ടി മധുരമായി അവൾക്ക്. ഞങ്ങൾ പോപ്പർ പൊട്ടിക്കുന്ന ചടങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഒന്ന് പൊട്ടി, ഒന്ന് പൊട്ടിയില്ല. യൂഷ്വൽ തിങ്, അതങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ഒന്ന് പൊട്ടില്ല. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു, ലൈക്ക് കപ്പിൾ ഫോട്ടോസ്. അങ്ങനെ നമ്മൾ ബ്രൈഡൽ ഷവർ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഒപ്പം നമ്മളെ വീഡിയോയും. ഇസ്രൂനും സഫുക്കായ്ക്കും ഒരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.
താങ്ക് യു.